അങ്ങനെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദൃശ്യം 3യുടെ ടീസർ പുറത്തു വന്നിട്ടുണ്ട്. 1 മിനിറ്റ് 50 സെക്കൻഡാണ് ജിത്തു ജോസഫ് കഥ എഴുതി സംവിധാനം ചെയ്ത് നമ്മുടെ ലാലേട്ടൻ മെയിൻ ക്യാരക്ടറിലെത്തുന്ന സിനിമ. അതിൻ്റെ ഫസ്റ്റ് സെക്കൻഡിനെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല. മലയാള സിനിമ പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ദൃശ്യം 3യിൽ ഇനി എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു അതുല്യ നടൻ്റെ പെർഫോമൻസ് എന്താണെന്ന് കാണാൻ കാത്തിരിക്കുന്നവരാണ്. മീന ലാലേട്ടനാണ് ഇതിനകത്ത് മെയിൻ താര ജോഡികളായിട്ട് എത്തുന്നത്. ദൃശ്യം 3യിൽ എനിക്കൊരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് ദൃശ്യം 3. കാരണം ബോക്സ് ഓഫീസ് പിടിച്ചു കുലുക്കുന്ന ഒരു സിനിമ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഫസ്റ്റ് സെക്കൻഡൊക്കെ അമ്മാതിരി മേക്കിംഗ് ആണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള മെയ് 21 സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. ദൃശ്യം 3യുടെ ടീസർ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ. സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ള അതിഥി. ആശീർവാദ് സിനിമാസ് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. It's like a case that is closed but will never close. സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്. ജനിച്ചപ്പം മുതൽ തുടങ്ങിയതാണ് എന്റെ ഈ യുദ്ധം. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ സ്വന്തമാക്കിയതാണ് എന്റെ കുടുംബം. അത് തകരുമെന്നൊരു ഘട്ടം വന്നപ്പോ മുന്നും പിന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോയി. അതിനിടയിൽ ആരൊക്കെ വേദനിക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കില്ല. ഇപ്പൊ പേടിയാ സാറേ. ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ദൃശ്യം 3 റൈറ്റർ ആൻഡ് ഡയറക്ടർ ജിത്തു ജോസഫ്. ദൃശ്യം 3 ടീസർ പൊളിയല്ലേ. നമ്മൾ ഇതിൽ കൂടുതൽ ഇനി എന്ത് പറയാനല്ല. നമ്മൾ മലയാള സിനിമ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു സാധാരണക്കാരൻ്റെ ഒരു ജീവിതം, ആ ഒരു സാധാരണക്കാരൻ്റെ ഒരു കുടുംബം, ആ കുടുംബത്തിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന ചില പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന ഒരു കുടുംബനാഥനായിട്ട് നമ്മുടെ ലാലേട്ടൻ സിനിമയിൽ തകർത്താടിയിട്ടുള്ള ഒരു വേഷമാണ്. അത് ഒരിക്കൽ കൂടി നമ്മളൊരു ബിഗ് സ്ക്രീൻ കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. സിനിമ എന്തായാലും പൊളിക്കുമോ എന്നുള്ളതിൽ ഒരു സംശയമില്ല കേട്ടോ. കാരണം തുടരും വന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ ലാലേട്ടൻ വീണ്ടും ബോക്സ് ഓഫീസ് പിടിച്ചു കുലുക്കാനായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇപ്പം മെയ് 1 മമ്മൂക്ക ലാലേട്ടൻ കോംബോയിലെത്തുന്ന പാട്രിയറ്റ് എന്ന സിനിമ തിയേറ്ററിലേക്ക് എത്താൻ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇന്ന് ഇതിൻ്റെ ഒരു ടീസർ ഇപ്പോൾ പുറത്തിറക്കിയിട്ടിരിക്കുന്നത്. ടീസർ ഒന്നും പറയാനില്ല, കിട്ടു സാധനം. ലാലേട്ടൻ്റെ ആ ഒരു ഡയലോഗ് മോഡുലേഷനൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ഇനി സിനിമ കണ്ടിട്ട് സിനിമയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും. മീന, അൻസിബ, ലാലേട്ടൻ ഇവരാണ് ഇതിനകത്ത് ഈ ഒരു സിനിമയിൽ പ്രധാന ക്യാരക്ടറായിട്ട് എത്തുന്നത്. കിട്ടുമായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. നൈസാണ്. അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ സിനിമോട്ടോഗ്രാഫിയും ഒക്കെ ഒന്നിനൊന്നിന് ബെറ്ററായിട്ട് വന്നിട്ടുണ്ട്. സാധനം പൊളിക്കും. അപ്പോൾ നമുക്ക് സിനിമ കണ്ടതിന് ശേഷം സിനിമയെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ആയിട്ട് വരാം. ഒപ്പം നമ്മുടെ ലാലേട്ടന് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ബൈ.